എല്ലാവർക്കും നമസ്കാരം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദാമൃതപാരിജാതം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ചെറുപ്പത്തിൽ അമ്മമ്മ രാമായണം വായിക്കുമ്പോൾ കേട്ട ഒരു പ്രാരംഭ ശ്ലോകം അതിന്നും മനസ്സിലുണ്ട്. അമ്മമ്മ രാമായണം വായിക്കുമ്പോൾ അടുത്തിരുന്ന് കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഞാനൊരു അമ്മമ്മയായപ്പോൾ കൊച്ചുമക്കളെ രാമായണം കേൾപ്പിക്കാൻ ഒരു വഴിയില്ല, സ്വയം ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ ഓർത്തു, വി മാധവൻ നായർ എന്ന മാലി എഴുതിയ കുട്ടികളുടെ രാമായണം കുട്ടികൾക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാൻ എൻ്റെ ഒരു വലിയ ശ്രമം. മാലി ഈ നൂറ്റാണ്ടിലെ എഴുത്തച്ഛൻ എന്നാണ് അറിയപ്പെടുന്നത്. വാൽമീകി രാമായണ കഥയും വ്യാസൻ ഭാരതകഥയും പാടിയത് ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുൻപാണ്. പിന്നെ നൂറ്റാണ്ടുകൾ ഒട്ടേറെ കഴിഞ്ഞ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ആ ഇതിഹാസങ്ങളെ മലയാളത്തിലെ ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. പിന്നെയും 4 നൂറ്റാണ്ടോളം ആയപ്പോൾ ലോകരംഗത്തെത്തിയ മാലിയാണ് രാമായണം, ഭാരതം, ഭാഗവതം ആദി സാഹിത്യനിധികൾ കുട്ടികൾക്ക് വരെ വീതിച്ചു നൽകിയത്. ഇതിഹാസ പുരാണങ്ങൾ മറ്റു പലരും മലയാളത്തിൽ പകർത്തി എന്നത് ശരിയാണ്. പക്ഷേ മാലി ഭാരതം പോലെ, മാലി രാമായണം പോലെ, മാലി ഭാഗവതം പോലെ ഇവിടുത്തെ കുട്ടികളെ കീഴടക്കിയതും മുതിർന്നവരെ വശീകരിച്ചതുമായ കൃതികൾ വേറെയില്ല. അതിൽ മാലി രാമായണമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വാൽമീകി രാമായണം 1-ാം അധ്യായം. മഹർഷി, ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സർവ്വഗുണങ്ങളും ഒത്തിണങ്ങിയ പുരുഷൻ ആരാണ്? വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ഒരിക്കൽ ചോദിച്ചതാണ് ഈ ചോദ്യം. ത്രിലോകങ്ങളിലും സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാരദ മഹർഷി അറിയാത്ത ആരും ഒരിടത്തുമില്ല. അതിനാൽ സർവശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹം പറഞ്ഞു, എല്ലാ സർവ്വഗുണങ്ങളും സൽഗുണങ്ങളും വിളങ്ങി നിൽക്കുന്ന ഒരേ ഒരു പുരുഷൻ ശ്രീരാമനാണ്. വീര്യം, സത്യം, ധർമ്മം, സൗന്ദര്യം, യശസ്, ജ്ഞാനം, ബുദ്ധിശക്തി, അതെന്തിന് ശ്രീരാമനിൽ കാണാത്ത സൽഗുണം യാതൊന്നുമില്ല. തുടർന്ന് നാരദ മഹർഷി ഉദ്വേഗജനകവും അതിമനോഹരവുമായ ശ്രീരാമകഥ സംക്ഷിപ്ത രൂപത്തിൽ വാൽമീകി മഹർഷിയെ ചൊല്ലിക്കേൾപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെ ഉപസംഹരിച്ചു: പരിപാവനമായ ശ്രീരാമകഥ പാപങ്ങളെ നശിപ്പിക്കുന്നു, പുണ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ആ കഥ വേദത്തിന് തുല്യവുമാകുന്നു. അത്രയും പറഞ്ഞ നാരദ മഹർഷി വാൽമീകി മഹർഷിയോട് യാത്ര ചോദിച്ച് സ്വർലോകത്തെ ലക്ഷ്യമാക്കി പ്രയാണം ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞ് വാൽമീകി മഹർഷി ശിഷ്യന്മാരിൽ പ്രഥമഗണനീയനായ ഭരദ്വാജനാൽ അനുഗതനായി തമസാ നദിയുടെ തീരത്തേക്ക് പോയി സജ്ജനങ്ങളുടെ ഹൃദയം പോലെ തെളിവാർന്ന നദീജലത്തിൽ സ്നാനം ചെയ്യാൻ ഭാവിക്കവേ ആ മുനീശ്വരൻ ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ടു. കളനാദം പൊഴിച്ച് ഇണയോട് ചേർന്നിരിക്കുന്ന പ്രേമാദ്രനായ ഒരു ആൺ ക്രൗഞ്ച പക്ഷി അതാ ഒരു അമ്പേറ്റ് മരക്കൊമ്പത്ത് നിന്ന് നിലംപതിക്കുന്നു. ചെഞ്ചോരയൊഴുക്കി കിടന്ന് പിടയ്ക്കുന്നു. പിന്നീട് മരണവക്രത്തിൽ പതിച്ച് ചലനരഹിതനാകുന്നു. ഭർത്താവിൻ്റെ ദാരുണ്യ മൃത്യുവിൽ ഹൃദയം തകർന്ന പെൺപക്ഷിയുടെ ദീനരോദനങ്ങൾ വനാന്തരങ്ങളിൽ മാറ്റൊലികൊള്ളുന്നു. അതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന വാൽമീകി മഹർഷിയുടെ അന്തരംഗം കരുണാവേശത്താൽ അത്യന്തം തരളിതമായി. അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾ ആൺപക്ഷിയെ കൊന്നുവീഴ്ത്തിയ കാട്ടാളൻ്റെ രൂപത്തിൽ തറച്ചു നിന്നു. ആ നേത്രങ്ങളിൽ കോപാവാലുഷ്യത്തിൻ്റെ അരുണിമ പകർന്നു. അതേസമയം കണ്ഠത്തിൽ നിന്ന് ചില വാക്കുകൾ നിർഗളിക്കുകയും ചെയ്തു. മാനിഷാദ, ഭവാൻ നേടുകയേറെ നാൾ നിലനിൽപ്പിനെ കൊന്നല്ലോ ക്രൗഞ്ചയുഗ്മത്തിൽ കാമിപ്പിച്ച ആളുമാണിനെ. അത്രയും ഉച്ചരിച്ചപ്പോൾ വാൽമീകി മഹർഷിക്ക് ഒരു സംശയം തോന്നി. ക്രൗഞ്ചപക്ഷിയോട് എൻ്റെ ഹൃദയത്തിൽ ഇത്രയധികം കാരുണ്യം നിറയുവാൻ എന്താണ് കാരണം? കുറച്ചു നേരം ആലോചനാ നിമഗ്നനായി നിന്ന ശേഷം അദ്ദേഹം അനൽപമായ ആശ്ചര്യത്തോടെ ശിഷ്യനോട് പറഞ്ഞു: ഭരദ്വാജ, എൻ്റെ കണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ടത് താളാത്മകവും തുല്യാക്ഷര സംയുക്തവുമായ ഒരു ശ്ലോകമാണെന്ന്. തമസാ നദിയിലിറങ്ങി സ്നാനം നടത്തുമ്പോൾ മാത്രമല്ല, ഭരദ്വാജനോടുകൂടെ ആശ്രമത്തിലേക്ക് നടക്കുമ്പോഴും പിന്നീട് ശിഷ്യന്മാർക്ക് കഥാരൂപേണ ഉപദേശം നൽകുമ്പോഴും വാൽമീകിയുടെ മനസ്സ് കാട്ടാളൻ്റെ അമ്പേറ്റ് ചത്തുപോയ ആൺപക്ഷിയിലും മനം പിളരുമാറ് വിലപിച്ച പെൺപക്ഷിയിലും പറ്റിക്കൂടിയിരുന്നു. നാലുപാടും ചെന്നിണം ചീന്തി പ്രാണവേദന കൊണ്ട് പിടയുന്ന ആസന്നമരണന്റെ ചേഷ്ടകൾ കണ്ണിലും ഭർത്തൃവിയോഗം സഹിക്കവയ്യാതെ അലമുറയിടുന്ന പ്രേമസ്വരൂപിണിയുടെ ദീനരോധനങ്ങൾ കാതിലും നിറഞ്ഞു നിന്നു.
സർവ്വലോകാരാധ്യനും സൃഷ്ടികർത്താവുമായ ബ്രഹ്മദേവന്റെ അവിചാരിതമായ ആഗമനമുണ്ടായപ്പോഴും വാത്മീകിയുടെ മനസ്സിലെ അസ്വസ്ഥത വിട്ടുമാറിയിരുന്നില്ല. അദ്ദേഹം അഭിവന്ദ്യനായ അതിഥിയെ അർഘ്യപാദാദികൾ കൊണ്ട് സ്വാഗതമരളി ഭദ്രാസനത്തിലിരുത്തി പൂജിക്കുമ്പോഴും ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു. പാതകിയായ നിഷാദൻ ചെയ്തത് കൊടും ക്രൂരതയായിപ്പോയി. അവനല്ലാതെ മറ്റാർക്കാണ് പാവപ്പെട്ട ക്രൗഞ്ചത്തെ കൊല്ലാൻ തോന്നുക? അപ്പോഴും മുമ്പൊരിക്കൽ എന്ന പോലെ അദ്ദേഹം മാനിഷാദ എന്ന ശ്ലോകം അറിയാതെ ഉച്ചരിച്ചുപോയി. അത് കേട്ടപ്പോൾ ബ്രഹ്മദേവന്റെ അത്തരങ്ങളിൽ ഒരു മന്ദഹാസം വിരിയുകയുണ്ടായി. ഭഗവാൻ അരുളി ചെയ്തു, വാത്മീകി, അങ്ങ് ശ്ലോകത്തെക്കുറിച്ച് ഒട്ടും തന്നെ വ്യാകുലപ്പെടേണ്ടതില്ല. ശ്ലോകം തോന്നിയത് എൻ്റെ ഇച്ഛപ്രകാരമായിരുന്നു. നാരദൻ ചുരുക്കത്തിൽ കേൾപ്പിച്ച രാമായണം അങ്ങ് വിസ്തരിച്ചെഴുതണം. അങ്ങ് അറിഞ്ഞിട്ടില്ലാത്ത സകലതും അങ്ങേക്ക് അറിയാറാകും. അങ്ങയുടെ കാവ്യത്തിൽ ഒരൊറ്റ പാഴ്വാക്ക് പോലും ഉണ്ടായിരിക്കുകയില്ല. രമണീയവും പുണ്യകരവുമായ ശ്രീരാമായണം അങ്ങ് ശ്ലോകരീതിയിൽ രചിക്കണം. ഭൂലോകത്തിൽ നദികളും പർവ്വതങ്ങളും ഉള്ളിടത്തോളം കാലം അങ്ങയുടെ രാമായണത്തിന് പ്രചാരവും ഉണ്ടായിരിക്കും. ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായതിനു ശേഷം വാൽമീകിയുടെ ശിഷ്യന്മാർ മാനിഷാദ എന്ന ശ്ലോകം വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു. വാൽമീകിയാവട്ടെ സമാക്ഷരങ്ങളായ ശ്ലോകങ്ങൾ കൊണ്ട് അനശ്വരമായ രാമായണം രചിക്കാൻ ഒരുക്കമായി. അതിനു മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് രാമായണ കഥയിലേക്ക് കടക്കുവാൻ. അദ്ദേഹം വിധിപ്രകാരം ആചമനം കഴിച്ച് ദർഭപ്പുല്ലിൽ പൂർവ്വദിക്കിന് അഭിമുഖമായി ഉപവിഷ്ടനായി അഞ്ജലി ബദ്ധനായപ്പോൾ കഥയിലെ സംഭവങ്ങളെല്ലാം ദൃശ്യരൂപത്തിൽ അന്തർനേത്രങ്ങൾക്ക് വിഷയീഭവിച്ചു. കരതലാമലകത്തിന് തുല്യമായ വൈശദ്യത്തോടുകൂടി ആവിർഭവിച്ച ആ ദൃശ്യങ്ങളെ അദ്ദേഹം അവയുടെ യഥാർത്ഥ രൂപത്തിൽ നാരായത്തിലൂടെ പനയോലകളിലേക്ക് സംക്രമിപ്പിച്ചു തുടങ്ങി. അന്നുവരെ നടന്ന സംഭവങ്ങൾ മാത്രമല്ല, ഭാവി കാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളും അവയിൽ ഉൾപ്പെട്ടിരുന്നു എന്നറിയൂ. അപ്പോഴാണ് നാം ആശ്ചര്യഭരിതരായി പോകുന്നത്. 7 ഭാഗങ്ങളിലായി 24,000 ശ്ലോകങ്ങളിലായി പരന്നു കിടക്കുകയാണ് വാൽമീകിയുടെ വിശ്വോത്തരവും ബൃഹത്തുമായ രാമായണ കാവ്യം. നിർമ്മാണ പ്രക്രിയയെ അവതരണം അനുഗമിച്ചെങ്കിലേ നിശ്ചിത ഫലം ഉളവാവുകയുള്ളൂ എന്ന് വാൽമീകി മഹർഷിക്ക് അറിയായികയില്ല. തൻ്റെ കാവ്യം സുസ്പഷ്ടതയോടും സമർത്ഥമായും ആലപിക്കുവാൻ മഹർഷി തിരഞ്ഞെടുത്തത് ആ സമയത്ത് ആശ്രമത്തിൽ പാർക്കുന്നവരും രാമസീതാ തനയന്മാരുമായ കുശലവന്മാരെയായിരുന്നു. വേദാംഗജ്ഞന്മാരും സംഗീത സാരജ്ഞന്മാരും സുസ്വരന്മാരുമായ ആ സഹോദര ദ്വന്ദ്വത്തെ അവരുടെ പരമഗുരുവായ വാൽമീകി രാമായണ കാവ്യം ഗാനം ചെയ്യുവാൻ അഭ്യസിപ്പിച്ചു. ഒരു ദിവസം ഋഷിമാരും മറ്റു സജ്ജനങ്ങളും നിറഞ്ഞ ഉത്തമ സദസ്സിന്റെ മുമ്പാകെ കുശലവന്മാർ രാമായണത്തെ മധുരമായി ആലപിച്ചു. നവരസങ്ങൾ പ്രതിഫലിക്കുന്നതും ശബ്ദാർത്ഥ ഭംഗി നിറഞ്ഞതുമായ ആ കാവ്യതല്ലജം കുശലവന്മാരുടെ മധുര ശരീരത്തിലൂടെ ഗാനരൂപത്തിൽ ഒഴുകിയിറങ്ങിയപ്പോൾ സദസ്യരുടെ കണ്ണുകളിൽ ആനന്ദഭാഷ്പം നിറഞ്ഞു തുളുമ്പി. കഥയിലെ സംഭവങ്ങൾ ഓരോന്നും തങ്ങളുടെ കൺമുമ്പിൽ നടക്കുകയാണ് എന്ന പ്രതീതി അവരിൽ ഉളവാക്കുവാൻ പര്യാപ്തമായിരുന്നു കാവ്യസ്വഭാവവും അതിൻ്റെ ആലാപന രീതിയും. വാൽമീകിയുടെ നിർദ്ദേശാനുസരണം കുശലവന്മാർ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് അയോധ്യ നഗരിയിലെത്തി. രാമായണം ഗാനം ചെയ്തുകൊണ്ട് രാജവീതികളിലൂടെ നടന്നുപോയി. വിവരം പറഞ്ഞ ശ്രീരാമരാജാവ് മുനികുമാരന്മാരാണെന്ന് ധരിച്ച് യുവഗായകന്മാരെ രാജസദസ്സിലേക്ക് വരുത്തി കാവ്യം മുഴുവനും പാടി കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. സഹോദരന്മാർ വീണമീട്ടി കാവ്യഗാനാലാപം ആരംഭിച്ചതോടെ സന്നിഹിതരുടെ ശ്രദ്ധ കൊളുത്തിട്ട് വലിച്ചതുപോലെ അതിൽ മാത്രം കേന്ദ്രീകരിച്ചു. അവരെല്ലാം മറ്റെല്ലാം മറന്ന് ഗാനകഥാശ്രവണത്തിൽ മുഴുകി അനിർവചനീയവും അപരിമിതവുമായ ആനന്ദം അനുഭവിച്ചു തുടങ്ങി. സരയൂ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുകയാണ് മാനവശ്രേഷ്ഠനായ മനു സ്ഥാപിച്ചതും ഐശ്വര്യസമ്പൂർണവുമായ അയോധ്യ എന്ന കോസലരാജ്യ രാജധാനി. 12 യോജന ദൈർഘ്യവും 3 യോജന വീതിയുമുള്ള അയോധ്യ നഗരം ശത്രുക്കൾക്ക് തരണം ചെയ്യാൻ കഴിയാത്ത അഗാധമായ കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വന്നി വൈതാളിക സൂതമാഗതന്മാർ, നൃത്ത ഗീതവാദ്യാദി കലാവിശാരദന്മാർ, വിവിധായുധധാരികളായ യോദ്ധാക്കന്മാർ, സ്വദേശികളും പരദേശികളുമായ കച്ചവടക്കാർ, വേദശാസ്ത്ര നിഷ്ണാതന്മാരായ പണ്ഡിതന്മാർ, വർണ്ണോജ്വല വസ്ത്രധാരികളായ പുരുഷന്മാർ, സർവാഭരണ വിഭൂഷിതരായ യോഷാമണികൾ എന്നിങ്ങനെ നാനാവിധത്തിലുള്ള ജനസഹസ്രങ്ങൾ അയോധ്യയിൽ പാർത്തു വന്നിരുന്നു. അങ്ങനെയുള്ള രാജ്യത്തെ ദശരഥ മഹാരാജാവ് പരിപാലിക്കുന്നു സ്വർഗലോകത്ത് ദേവേന്ദ്രൻ എന്ന പോലെ. സത്യത്തിൽ, ധർമ്മത്തിൽ, സമരവീര്യത്തിൽ, പ്രജാവാത്സല്യത്തിൽ, മറ്റു സദ്ഗുണങ്ങളിൽ ദശരഥന് തുല്യനായ ഒരു രാജാവ് ലോകത്തിലില്ല എന്നത് സർവ്വവിധം ആയിരുന്നു. ദുർമാർഗികളെയോ നാസ്തികന്മാരെയോ അസത്യവാദികളെയോ തസ്കരന്മാരെയോ ദരിദ്രന്മാരെയോ രോഗികളെയോ മഷിയിട്ട് നോക്കിയാൽ പോലും അയോധ്യയിൽ ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല. കുടുംബനാഥൻ കുടുംബത്തെ എന്ന പോലെ ദശരഥൻ രാജ്യം ഭരിച്ച്
പൗരസഞ്ചയങ്ങളുടെ ഭക്തി-ആദരങ്ങൾക്കും സ്നേഹത്തിനും പാത്രീഭൂതനായി യശസ്വിയായി ശ്രീമാനായി പരിലസിച്ചു. ഇതൊക്കെയാണെങ്കിലും മറ്റെല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ദശരഥന്റെ ഹൃദയത്തെ സന്താനമില്ലെന്ന മഹാദുഃഖം കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി, പുത്രലാഭത്തിനുതകുന്ന അശ്വമേധയാഗം ഇത്രയും കാലം അനുഷ്ഠിക്കാതിരിക്കുന്നത് ശരിയായില്ല എന്നും ആ മഹായാഗം കാലവിളംബം കൂടാതെ കഴിക്കുകയാണ് കരണീയമെന്നും. അദ്ദേഹം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെയും മന്ത്രിപ്രമുഖനായ സുമന്ത്രനെയും മറ്റു മന്ത്രിമാരെയും വരുത്തി അവരോട് പറഞ്ഞു, സന്താനങ്ങളില്ലാത്ത ദുഃഖം എന്നെ വല്ലാതെ വലയ്ക്കുകയാണ്. ഞാൻ അശ്വമേധയാഗം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിക്കണം. ഏറ്റവും യുക്തമാണ് ആ ആഗ്രഹം. യാഗത്തിനുള്ള സംഭാരങ്ങൾ ഉടനെ ഒരുക്കണം. യാഗാശ്വത്തെ നാടു ചുറ്റാനായി വിട്ടയക്കണം. യാഗം ശാസ്ത്രവിധി പ്രകാരം നടത്തണം. അതായിരുന്നു എല്ലാവരുടെയും ഏകകണ്ഠമായ അഭിപ്രായം. രാജാവ് മന്ത്രിമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. വസിഷ്ഠ മഹർഷിയുടെ ഇച്ഛപ്രകാരം നിങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം. സരയൂ നദിയുടെ വടക്കേ കരയിൽ യാഗശാല കെട്ടിയുണ്ടാക്കണം. വീരന്മാരായ ഭടന്മാരുടെ സംരക്ഷണത്തിൽ യാഗാശ്വത്തെ അഴിച്ചുവിടണം. ശാന്തി കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കണം. ഏത് രാജാവിനും അശ്വമേധം സാധിച്ചെന്ന് വരാം. എന്നാൽ എൻ്റെ യാഗത്തിൽ ഒരൊറ്റ കുറവോ കുറ്റമോ ഉണ്ടാവാൻ പാടില്ല. മുടക്കമുണ്ടായാൽ ബ്രഹ്മരാക്ഷസന്മാർ പഴുതു നോക്കിയേക്കും. എല്ലാറ്റിനും എപ്പോഴും നിങ്ങൾ കരുതിയിരിക്കണം. മന്ത്രിമാരെ പറഞ്ഞയച്ചിട്ട് ദശരഥൻ അന്തഃപുരത്തിലേക്ക് ചെന്ന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ പത്നിമാരോട് പറഞ്ഞു, ഞാൻ പുത്രാർത്ഥമായി അശ്വമേധയാഗം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ 3 പേരും വിധിപ്രകാരമുള്ള ദീക്ഷ കൊള്ളുവൻ. ഭർതൃവാക്യം കേട്ട പത്നിമാരുടെ സുന്ദര മുഖങ്ങൾ വികസിതങ്ങളായി, ഹേമന്താവസാനത്തിൽ അരവിന്ദ കുസുമങ്ങളെന്ന പോലെ. ദശരഥന്റെ പുത്രലാഭത്തെ സംബന്ധിക്കുന്ന ഒരു മഹാരഹസ്യം സജീവോത്തമനായ സുമന്ത്രൻ ഇത്രയും കാലം മറ്റാരും അറിയാതെ സ്വഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ മഹാരഹസ്യം മഹാരാജാവിനെ ഏകാന്തത്തിൽ ചെന്ന് കണ്ടറിയിച്ചു. തമ്പുരാനെ, സനൽകുമാര മഹർഷിയുടെ ഒരു പ്രവചനം മുമ്പൊരിക്കൽ എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഋഷ്യശൃംഗമുനിയുടെ സഹായത്തോടുകൂടി അവിടത്തേക്ക് പുത്രന്മാരുണ്ടാകും. അതെങ്ങനെയെന്ന് ഞാൻ അറിയിക്കാം. തുടർന്ന് സുമന്ത്രൻ സനൽകുമാര മഹർഷിയുടെ പ്രവചനത്തിന്റെ പശ്ചാത്തലം വെളിപ്പെടുത്തി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.